എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഒരു വലിയ സന്തോഷ വാർത്ത പറയാനുണ്ട്. എനിക്ക് നമ്മുടെ ഫാമിലി 10,000-ൽ കൂടുതലായി, 10,100 ആയിട്ടുണ്ട് കേട്ടോ. അത് വളരെ സന്തോഷമാണ്. നിങ്ങളെല്ലാവരും ചേർന്നാണ് എന്നെ ഈ നിലയിലേക്ക് എത്തിച്ചത്. അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറയെ സ്നേഹം അറിയിക്കുകയാണ് കേട്ടോ. നന്ദി ഞാൻ പറയണില്ല, നന്ദി പറഞ്ഞാൽ നമ്മുടെ സ്നേഹമൊക്കെ പോകുന്നതാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ ഫാമിലിയിലെ ആൾക്കാരാണ്. അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ ഇത്രയും സ്നേഹിച്ച് എന്നെ ഇവിടം വരെ എത്തിയത്. അപ്പോൾ എല്ലാവർക്കും എന്നും നന്മകൾ ഉണ്ടാവട്ടെ. ഇന്ന് ഞാൻ നല്ല ഭംഗിയുള്ള ഒരു ചെടി കാണിക്കുകയാണ്. കണ്ടോ, പൂവാണെന്ന് തോന്നൂലേ, പക്ഷെ പൂവല്ല, ഒരു ഇലയാണത്. എന്ത് ഭംഗിയാണെന്നറിയോ? അതിനെക്കുറിച്ച് ഞാൻ പറയാം കേട്ടോ. അത് എൻ്റെ പേരെനിക്ക് അറിഞ്ഞുകൂടാ. പേരറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. വേറൊരു കാര്യമാണ് ആദ്യമായിട്ട് കാണിക്കാൻ പോണത്. ചെടികൾ നടാനായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നൊരു കാര്യമാണ് അല്ലേ കൊക്കോപ്പിറ്റ്. മണൽ കിട്ടാത്തവരാണ് കൂടുതൽ ഉപയോഗിക്കുക. നമ്മൾ ചെടി നടുമ്പോൾ മണ്ണ് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ടാണ് മണൽ ചേർക്കുക. അതിന് പകരമായിട്ടാണ് കൊക്കോപ്പിറ്റ് ഉപയോഗിക്കുക. അപ്പോൾ ഞാനെപ്പോഴും കൊക്കോപ്പിറ്റാണ് ഉപയോഗിക്കുക. മണൽ ഇവിടെ കിട്ടാറില്ല കേട്ടോ. അപ്പോൾ കൊക്കോപ്പിറ്റ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ചിലർക്ക് അറിയായിരിക്കും, ചിലർക്ക് അറിയില്ലായിരിക്കും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയണത്. എനിക്കും ഒരു പ്രാവശ്യം അബദ്ധം പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇനി 150 രൂപയാണ്. ഇത് നേരെ തന്നെ അങ്ങനെ ചേർക്കാം. വെള്ളം ഒഴിച്ച് കുതിർത്ത് ഇരട്ടിയായിട്ട് വരും. നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ ഇരട്ടിയായിട്ട് വരും. അപ്പോൾ നമുക്ക് നേരെ തന്നെ മണ്ണിൻ്റെ ഒപ്പം ചേർക്കാമെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ എനിക്കത്ര വിശ്വാസമില്ല. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എൻ്റെ ഹെൽപ്പർ എത്തിയിട്ടുണ്ട്. അമ്മേ, കുറച്ചും കൂടി ഇവിടേക്ക് വെള്ളം ഒഴിക്കൂ, അവിടെ ശരിയായിട്ടില്ല, ഇങ്ങടാക്കൂ എന്നൊക്കെ പറഞ്ഞ് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ട് കേട്ടോ. എപ്പോഴും അങ്ങനെയാണല്ലോ. വേറെ എവിടെയും നിൽക്കുമായിരുന്നു. ഇത് ഞാൻ ചെയ്യണം കണ്ടപ്പോഴേക്കും ഓടി ഇവിടേക്ക് എത്തി. അപ്പോൾ അവൻ പറയണ പോലെയൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മ ഇവിടെ ശരിയായിട്ടില്ല, കുറച്ചും കൂടി ഇങ്ങോട്ട് ഒഴിക്കൂ, എന്നാൽ മാത്രമാണ് നന്നായിട്ട് പൊങ്ങി വരുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. വെള്ളത്തിൽ കളിക്കാൻ വലിയ ഇഷ്ടമായിട്ട് ആൾക്ക്. അതുകൊണ്ടാണ് അവിടെ വന്നേക്കുന്നത്. എന്തോ ഒരു അത്ഭുതം തോന്നുന്നുണ്ട്. ഇത് എന്താണാവോ? ഇത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണല്ലോ. അവൻ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ കൊക്കോപ്പിറ്റ് ഇങ്ങനെ കുതിർക്കണത് കേട്ടോ. ഇതെന്തൊരു സംഭവം, ഇതുവരെ ചെടികൾ മാത്രമേ കണ്ടിട്ടുള്ളൂ, ഇതെന്താണ് എന്നൊക്കെ പറഞ്ഞ് അവരോട് നോക്കി നിൽക്കുന്നുണ്ട്. അപ്പം നിങ്ങളെപ്പോഴും കൊക്കോപ്പിറ്റ് എടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ പറഞ്ഞു തരാം ബാക്കിയുള്ള കാര്യം. അതങ്ങനെ കുതിരട്ടെ. ആ സമയത്ത് ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ എൻ്റെ പന്നൽ ചെടികളുടെ ഭംഗി കണ്ട് കുറച്ച് നേരം ഞാൻ തന്നെ മയങ്ങി നിന്നുപോയി. എന്തോ ഒരു കളറാണല്ലേ, എന്തൊരു പച്ചയാണത്. ഒരു ചിലവും ഇല്ലാണ്ട് ഒന്നുമില്ല. നമുക്ക് കുറച്ച് കൊക്കോപ്പിറ്റോ കുറച്ച് ലൂസായിട്ടുള്ള മണലോ എന്തെങ്കിലും മതി. അതിൽ നട്ട് വെച്ചാൽ തണൽ വേണമെന്ന് മാത്രം, കുറച്ച് വെള്ളവും വേണം. ഹാങ് ചെയ്യാം, അല്ലാതെ സ്റ്റാൻഡിൽ വെക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഒട്ടും കെയറേ വേണ്ട. കെയർ വേണ്ടെന്ന് വെച്ചാൽ വെള്ളം വേണം കേട്ടോ. അധികം വളങ്ങളൊന്നും ചേർക്കണ്ട, നമുക്ക് അധികം ബുദ്ധിമുട്ടില്ല എന്ന് മാത്രം. പക്ഷെ നല്ല ഭംഗിയായിട്ട് അങ്ങനെ വളർന്ന് അവിടെ നിന്നോളും. ഇത് കാണുമ്പോൾ എനിക്ക് എപ്പോഴും അതിനെ നോക്കാനായിട്ട് തോന്നും കേട്ടോ. എന്താ പറയുക, നല്ലൊരു വെൽവെറ്റ് പോലെ തോന്നും. അത്രയ്ക്ക് നല്ലൊരു ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ചിണ്ടൻകുഞ്ഞ് അവിടെ നോക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നോക്കിയില്ലെങ്കിലും ചിണ്ടൻകുഞ്ഞ് പറയുന്നുണ്ട്, അമ്മേ വെള്ളം നിറയാറായിട്ടോ, ഒന്ന് വേഗം നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനപ്പോൾ ആദ്യം കാണിച്ച ചെടി ഒന്ന് അതിനെപ്പറ്റി ഒന്ന് പറയാം കേട്ടോ. ഈ ചെടി കണ്ടോ, ഇതിൻ്റെ പേരെനിക്കറിയില്ല, അറിയാത്തവർ പറയണം. ഇതിന് ചിലക്ക് വെള്ള കളർ ഇലയുണ്ടാവും, പച്ച കളർ ഇലയുണ്ടാവും. ഈ സമയത്തൊക്കെ നല്ല ചുവന്ന കളറ് പൂക്കൾ പോലത്തെ ഇലകളുണ്ടാവും കേട്ടോ. നല്ല ഭംഗിയാണ്. മറ്റേ ഇലകളൊക്കെ കൊഴിഞ്ഞു പോയിട്ടാണ് ഇങ്ങനെ വരിക. കണ്ടോ, അതിൻ്റെ ഒരു കൊമ്പെടുത്ത് കുത്തിയതാണിത്, പിടിപ്പിച്ചതാണ്. കണ്ടോ, ഇതിൻ്റെ ഇല കണ്ടോ, വൈറ്റ് ഉണ്ട്. പക്ഷേ ഇതിൽ ഗ്രീനും ഈ പിങ്ക് കളറും മാത്രമേ ഉള്ളൂ. നല്ല ഭംഗിയാട്ടോ. അപ്പോൾ ഇതൊരു സാധാരണ ഒരു ചട്ടി, നമ്മൾ എന്താ പറയുക, പ്രൊപ്പഗേഷന് വേണ്ടി എടുക്കുന്ന ചട്ടിയിലാണ് നട്ട് തന്നിരുന്നത്. എനിക്കൊരാൾ തന്നതാണത്. അപ്പോൾ അതിലാണ് നിന്നിരുന്നത്. അത് നമ്മൾ കുറേ നാളെ മാറ്റണം എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനത് മുറിച്ച് മാറ്റി വേറെ ചട്ടിയിലേക്ക് നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും കൂടി നന്നായിട്ട് വളരട്ടെ എന്ന് വിചാരിച്ചു. ഒന്നും കൂടി നല്ല ഭംഗിയായിട്ട് നിൽക്കുമല്ലോ, അതിന് വേണ്ടിയിട്ട് മാറ്റി നട്ടിട്ടുണ്ട്. അങ്ങനെ ഓരോരോ ചെടികളായിട്ടാണ് മാറ്റി നടാൻ പറ്റുള്ളൂ. കുറേ ഉള്ളത് കൊണ്ടേ വലിയ കഷ്ടപ്പാടാണ്. നമുക്ക് പൊക്കി മാറ്റാനൊക്കെ എൻ്റെ കയ്യിന് വയ്യാത്തത് കൊണ്ടുള്ള ഒരു പാടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിതിൻ്റെ പേരറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. എനിക്കിതിൻ്റെ പേരറിഞ്ഞുകൂടാ. അപ്പോൾ ആ സമയത്ത് തന്നെ സഹായിക്കാൻ ഒരാളും കൂടി വന്നിട്ടുണ്ട്. അമ്മണി സഹായിക്കാനല്ലാട്ടോ, ഉപദ്രവിക്കാനാണ് വരണത് ഇവനെ, നമ്മുടെ ചിണ്ടൻകുഞ്ഞിനെ. അപ്പോൾ ചിണ്ടൻകുഞ്ഞ് വന്ന് പറഞ്ഞു, അമ്മ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് അവൻ കളിക്കാനായിട്ട് പോയി. അപ്പോൾ എല്ലാം നമ്മുടെ കൊക്കോപ്പിറ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ നേരിട്ട് നമ്മൾ മണ്ണിൻ്റെ ഒപ്പം ചേർത്ത് നടാതെ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്നും കൂടി കഴുകിയതിന് ശേഷം അതിൻ്റെ വെള്ളമൊക്കെ പോയി എന്നിട്ട് നമ്മൾ ഉപയോഗിക്കുക കേട്ടോ. ഞാനപ്പോൾ ഒരു ചട്ടി, ഇതെല്ലാം ഹോളുള്ള ചട്ടിക്കകത്തേക്ക് ഇത് നല്ലോണം വാരി നിറച്ചിട്ട് വെള്ളം ഒഴിച്ച് കഴുകി കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അത് വെള്ളം വാർന്നു പോകില്ല, അങ്ങനെയെല്ലാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. കുറച്ച് പാടുണ്ട്, എന്നാലും സാരമില്ല. നമ്മുടെ ചെടികളൊക്കെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യണത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യുക. കൊക്കോപ്പിറ്റ് വാങ്ങിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകി എടുത്തതിന് ശേഷം മാത്രം വെള്ളമൊക്കെ വാർത്തതിന് ശേഷം ഉപയോഗിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവർ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. ടാറ്റാ.